നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപകടങ്ങൾ വിട്ടൊഴിയാതെ ഉപ്പള ദേശീയപാത. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി വഴിയോര കച്ചവടക്കാർ. സമരം ജില്ലാ ഭരണകൂടത്തിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ. പുനരധിവാസം ആവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസ് ധർണയുമായി വഴിയോര കച്ചവട യൂണിയൻ. ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യം. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു. നവംബർ 23-ന് കളക്ടറേറ്റ് മാർച്ച് വിജയിപ്പിക്കുവാൻ തീരുമാനം. ശിഹാബ് തങ്ങൾ ദർവാ കോളേജിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 16-ന് ഞായറാഴ്ച. ടേംഗഡ്ജി അനുസ്മരണവുമായി BMS ജില്ലാ കമ്മിറ്റി. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മാതൃകയാണ് ടേംഗഡ്ജി എന്ന് BMS സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ. ചിന്മയ വിദ്യാലയത്തിൽ വേദപ്രതിഷ്ഠാ ചടങ്ങ് ഒക്ടോബർ 16-ന് ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പളയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കൂടെയുണ്ടായിരുന്നയാളെ ഗുരുതര പരിക്കുകളോടെ മാംഗ്ലൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാംഗ്ലൂർ സ്വദേശി മുസ്താഖ് അഹമ്മദാണ് മരിച്ചത്. മാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ മുസ്താഖ് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു. ഉപ്പളയിലെ ബന്ധുവീട്ടിലേക്ക് തിരിച്ചതായിരുന്നു മുസ്താഖും കുടുംബവും. ശനിയാഴ്ച തിരിച്ചുപോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മുസ്താഖിനൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ഉപ്പള ഫിർദൌസ് നഗറിലെ അഷ്ഫാഖ് മുഹമ്മദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മഞ്ചേശ്വരം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. വഴിയോര കച്ചവട തൊഴിലാളികളുടെ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം കളക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ചു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെയും മറ്റും തീരുമാനത്തിനെതിരെയാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്. ജില്ലയിൽ നാഷണൽ ഹൈവേയിലും മറ്റ് വഴിയോരങ്ങളിലും കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ കളക്ടറും നഗരസഭാ അധികൃതരും പോലീസും ചേർന്ന് ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി കച്ചവട സാധനങ്ങൾ പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനെതിരെയും ഇവരുടെ പുനരധിവാസം ഉറപ്പിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് വഴിയോര കച്ചവട തൊഴിലാളികൾ CITU നേതൃത്വത്തിൽ അനിശ്ചിതകാല രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നത്. സത്യാഗ്രഹം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടം ചെയ്ത് മുന്നിൽ ശ്രമിക്കുന്ന ഈ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കാൻ അവർക്കെതിരായ നടപടി സ്വീകരിക്കാനുള്ള പ്രചോദനം ഈ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ആരുടെ പിന്തുണയാണ് ഈ സമയത്തിനെതിരായിട്ടുള്ള ഈ തൊഴിലാളി പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള പ്രചോദനം ഈ രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായത്? അതുകൊണ്ട് അവർ പുനഃപരിശോധന നടത്തണം. അന്യായമായിട്ടുള്ള ഇത്തരം നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. വഴിയോര കച്ചവട സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് AV മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി MR ദിനേശൻ എന്നിവരാണ് കളക്ടറേറ്റ് പടിക്കൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P. സുരേഷൻ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, ഏരിയ സെക്രട്ടറി K. ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ വാസു തുടങ്ങിയവർ സത്യാഗ്രഹത്തിന് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. പുനരധിവാസം ഉറപ്പാക്കാതെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ താലൂക്ക് ഓഫീസിലേക്ക് കച്ചവടക്കാർ മാർച്ച് നടത്തി. വഴിയോര കച്ചവട യൂണിയന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന മാർച്ച് STU ദേശീയ സെക്രട്ടറി A. അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ, അതോടൊപ്പം തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്യം, അതോടൊപ്പം തന്നെ അവരുടെ ജീവനോപാധി സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കേണ്ട ഒരാളാണ് ജില്ലാ കളക്ടർ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ താലൂക്ക് ഓഫീസ് ധർണ STU സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.
വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാതെ ഒഴിപ്പിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മാർച്ചിൽ അലയടിച്ചത്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ജില്ലാ പ്രവർത്തക സമ്മേളനം സമാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 23 നടത്തുന്ന കളക്ടറേറ്റ് ധർണ വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. പ്രവർത്തക സമ്മേളനം DKTF സംസ്ഥാന പ്രസിഡന്റ് ജോയി മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. നവംബർ 23 DKTFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളക്ടറേറ്റ് ധർണ വിജയിപ്പിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്ത് നടക്കുന്ന അക്രമവും കൊലപാതകവും അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ജോയി മാളിയേക്കൽ പറഞ്ഞു. ഏതാണ്ട് 300 കോടി രൂപയാണ് ഇന്ന് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് കുടിശ്ശികയായി നിൽക്കുന്നത്. അപ്പോൾ ഈ കുടിശ്ശികയ്ക്ക് എത്രയും പെട്ടെന്ന് അറുതി വരുത്തി കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് പാവപ്പെട്ട തൊഴിലാളികൾക്ക് അതിവർഷ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആ സമരം വിജയിപ്പിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. ജില്ലാ പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കരിച്ചേരി നാരായണൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് മയിച്ച ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറിമാരായ മുരളീധരൻ മാസ്റ്റർ, PM അഗസ്റ്റിൻ, പുരുഷോത്തമൻ നായർ, C രവി, ഐത്തപ്പ അമ്മൻകോട്, കുമാരൻ നായർ, BA ഇസ്മായിൽ, ഖാൻ പൈക്ക, ബഷീർ പൈക്ക എന്നിവർ സംസാരിച്ചു. ചെങ്കളയിൽ പ്രവർത്തിച്ചു വരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ദവ്വ കോളേജിന്റെ കെട്ടിട ശിലാസ്ഥാപന കർമ്മം ഒക്ടോബർ 16 ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ 16 ഉച്ചയ്ക്ക് 12 മണിക്ക് ശിലാസ്ഥാപന കർമ്മം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചെങ്കളയിൽ ആധുനിക സൗകര്യങ്ങളോടെ ഉയരുന്ന ഈ സ്ഥാപനം മതഭൗതിക രംഗത്ത് ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുന്ന പണ്ഡിത സമൂഹത്തെ 10 വർഷം കൊണ്ട് സമൂഹത്തിന് സമർപ്പിക്കുന്ന ഉദ്യമമാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള, MLA മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുറസാഖ്, മെട്രോ മുഹമ്മദ് ഹാജി, NA അബൂബക്കർ ഹാജി, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ഹാജി, MA അബൂബക്കർ ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭാരതീയ മസ്ദൂർ സംഘിന്റെ ആഭിമുഖ്യത്തിൽ ടേംഗഡ്ജി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് ടേംഗഡ്ജിയെ മാതൃകയാക്കണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് P ശശിധരൻ അഭിപ്രായപ്പെട്ടു. ലോകത്തിലെ ഏതൊരു തൊഴിലാളി പ്രവർത്തകനും പൊതുപ്രവർത്തകനും മാതൃകയാക്കാവുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ സവിശേഷതയാണ് എന്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചോ ആ ആശയത്തിന് വേണ്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം നിലകൊണ്ടു. സ്വന്തം ജീവിതത്തിൽ ആ ആശയം പ്രാവർത്തികമാക്കി പ്രവർത്തിച്ച് കാണിച്ചു. അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭികാമ്യമായുള്ള നമുക്കെല്ലാം പ്രചോദനമായിട്ടുള്ള കാര്യം. BMS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ടൗൺ ബാങ്ക് സെഞ്ചുറി ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ തപസ്യ സംസ്ഥാന സമിതി അംഗം പെരിയച്ചൂർ സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ M ബാബു, VB സത്യനാഥൻ, KV ബാബു, A കേശവ, K നാരായണ, A ഓമന, KA ശ്രീനിവാസൻ, T കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാനഗർ ചിന്മയ വിദ്യാലയ ധ്യാന മന്ദിരത്തിൽ വേദപ്രതിഷ്ഠാ ചടങ്ങ് ഒക്ടോബർ 16 നടക്കും. വേദപ്രതിഷ്ഠാപനത്തിന്റെ ഭാഗമായി അന്നേ ദിവസം രാവിലെ വാഹനഘോഷയാത്രയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതീയ ആധ്യാത്മിക തത്വചിന്തയുടെ മൂല്യസ്രോതസ്സായ ചതുർവേദങ്ങളെ ഭഗവത് സ്വരൂപത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് ഒക്ടോബർ 16 രാവിലെ 10-നും 12-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ നടക്കുന്നതെന്ന് പരിപാടിയുടെ സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിൽ ആദ്യമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടാമത്തെ ഒരു മഹത് സംരംഭമാണ് 16-ാം തീയതി നടക്കാൻ പോകുന്നത്. ഹൈന്ദവ ജനതയുടെ അടിസ്ഥാന പ്രമാണങ്ങളായ ചതുർവേദങ്ങളുടെ പ്രതിഷ്ഠയാണ് അന്ന് രാവിലെ നടക്കുന്നത്. സ്വാമി ആനന്ദ് ഭാസ്കർ ജി മഹാരാജ് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും നിന്നുമായി 700-ലധികം വേദസ്ഥാപനങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് ആനന്ദ് ഭാസ്കർ ജി മഹാരാജിൻ്റേത്. വേദഭഗവാൻ പ്രതിഷ്ഠാപനം വൻ വിജയമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്വാമി വിവിക്താനന്ദ സരസ്വതി, അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ, സഞ്ജീവ ഷെട്ടി, സദാനന്ദ റായ്, N സതീശൻ, AK നായർ, K ബാലചന്ദ്രൻ, E ചന്ദ്രശേഖരൻ നായർ, M രാജീവൻ നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. SDPI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ മഞ്ചേശ്വരത്തും ഉപ്പളയിലും പ്രകടനം നടത്തി. SDPI പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്.
വ്യാഴാഴ്ച രാവിലെയാണ് കണ്ണൂരിൽ SDPI പ്രവർത്തകനായ ഫറൂഖ് കൊല ചെയ്യപ്പെട്ടത്. കണ്ണൂർ സിറ്റിയിൽ നാട്ടുകാർ നോക്കി നിൽക്കെയാണ് ഫറൂഖിന് വെട്ടേറ്റത്. ഇതിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ SDPI പ്രവർത്തകർ പ്രകടനം നടത്തി. ഹമീദ് ഹോസങ്കടി, ഹാരിസ് ഉദ്യാവാര, ഷെരീഫ്, വിനോദ് കുഞ്ചത്തൂർ, ബാസിർ ഉപ്പള തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാഷോൺ ഓഫ് റൈഡ് സീരീസിന്റെ കാസർഗോഡ് ഇവന്റ് ഒക്ടോബർ 16 ഞായറാഴ്ച നടക്കും. ഇന്ത്യ സ്പോർട്സ്, IMCC, KL14 മോട്ടോർ സൈക്കിൾ ക്ലബ് എന്നിവർ സംയുക്തമായാണ് ഇവന്റ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോഡ് സുരക്ഷാ ബോധവൽക്കരണം മുൻനിർത്തി സംഘടിപ്പിക്കുന്ന സ്ലോ റൈസ് CTM പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും രാവിലെ 6:30 ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ മൂസ ഷെരീഫ്, ജഫർ സാദിഖ്, റിട്ടാസ് എന്നിവർ പങ്കെടുത്തു. വിദ്യാലയത്തിന്റെ നിലനിൽപ്പിനും പഠന പിന്തുണയ്ക്കും വേണ്ടി ആലന്തട്ട AUP സ്കൂളിൽ പ്രാദേശിക സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. നെടുമ്പ റെഡ് സ്റ്റാർ ക്ലബ്ബിലായിരുന്നു രൂപീകരണ യോഗം നടന്നത്. 1954 സ്ഥാപിതമായ ആലന്തട്ട AUP സ്കൂൾ കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്തിൽ തന്നെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. രക്ഷകർത്താക്കളുടെയും നാടിൻ്റെയും കൂട്ടായ്മയാണ് ഒരു പരിധിവരെ ഇതിന് സഹായിച്ചത്. ഭാവിയിലും സ്കൂളിൻ്റെ നിലനിൽപ്പിനും പഠന പിന്തുണ സംവിധാനം ഒരുക്കുന്നതിലും നാട്ടുകാരുടെ സഹകരണം അത്യന്താപേക്ഷിതമെന്ന നിലയിലാണ് പ്രാദേശിക സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് രൂപീകരണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. നെടുമ്പ റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന രൂപീകരണ യോഗം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൈനി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് K. ജയൻ അധ്യക്ഷനായിരുന്നു. ചെറുവത്തൂർ BRCയിലെ BPO K. നാരായണൻ മാസ്റ്റർ പൊതുവിദ്യാലയത്തിന്റെ പ്രസക്തിയും പിന്തുണാ സംവിധാനവും എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. കൂട്ടായ്മയുടെ കരുത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രചരണം സജീവമാകുന്നു. അസോസിയേഷന്റെ ചെറുവത്തൂർ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങളും സെമിനാറും സംഘടിപ്പിച്ചു. കുട്ടമത്തെ AKG മന്ദിരത്തിലാണ് മഹിളാ അസോസിയേഷന്റെ കാഞ്ഞങ്ങാട്ട് നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അനുബന്ധ പരിപാടികൾ നടന്നത്. ജില്ലാ സെക്രട്ടറി MPV ജാനകി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നടത്തിയതിന്റെ ഭാഗമായിരുന്നു നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത്. 1930കളിലും 40കളിലും ഒക്കെ ജന്മിത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കയ്യൂരിലെ 4ഓളം സഖാക്കൾ തൂക്കുമരത്തിലേറുമ്പോൾ അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുമ്പോൾ അവിടെയൊക്കെ സഖാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒളിവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടിയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയും ഒക്കെ A. രമണി അധ്യക്ഷയായിരുന്നു. അടുക്കളയും അരങ്ങും തൊഴിൽ കേന്ദ്രവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി പ്രഭാഷണം നടത്തി. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P. പത്മിനി, ചെറുവത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധവി കൃഷ്ണൻ, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി P. കുഞ്ഞികൃഷ്ണൻ, കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് സെക്രട്ടറി V. കൃഷ്ണൻ, CV. ഗിരീശൻ, പഞ്ചായത്ത് അംഗം K. സത്യഭാമ എന്നിവർ സംസാരിച്ചു. K. ഓമന സ്വാഗതവും P. സരസ്വതി നന്ദിയും പറഞ്ഞു. കലാകായിക മത്സരങ്ങളും പരിപാടിയുടെ ഭാഗമായി നടത്തി. ടാങ്കർ ലോറികൾ മറിഞ്ഞ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. മിക്ക ടാങ്കർ ലോറികളും ഓടുന്നത് നിയമം ലംഘിച്ചാണെന്ന് ആക്ഷേപം. കഴിഞ്ഞ ദിവസം പെരിയയിലും ചെറുവത്തൂരിലും ഉണ്ടായ ടാങ്കർ ലോറി അപകടങ്ങളെ തുടർന്ന് അധികൃതർ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. നിയമം അനുസരിക്കാതെ ഓടുന്ന ടാങ്കർ ലോറികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളാനാണ് തീരുമാനം. മിക്ക ലോറികളിലും ഡ്രൈവർക്ക് പുറമെ ഒരു സഹ ഡ്രൈവറും സഹായിയും ഉണ്ടായിരിക്കണമെന്നാണ് നിയമം. എന്നാൽ മിക്ക ടാങ്കർ ലോറികളിലും ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. കഴിഞ്ഞ ദിവസം ചെറുവത്തൂരിൽ മറിഞ്ഞ ലോറിയിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻപ് കണ്ണൂർ ചാലയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതിനുശേഷമായിരുന്നു നിയമം കർശനമാക്കിയത്. എന്നാൽ കുറച്ചു കാലത്തേക്ക് മാത്രമേ ഈ നിയമം ജീവനക്കാർ അനുസരിച്ചിട്ടുള്ളൂ. നാടിനെ മണിക്കൂറുകളോളം ഭീതിയിലാക്കുന്ന ടാങ്കർ ലോറി അപകടം ഒഴിവാക്കാൻ ഈ നിയമം അനുസരിച്ചേ മതിയാകൂ. ലോറി മറിഞ്ഞ ഉടനെ വാതക ചോർച്ചയുണ്ടായാൽ വൻ ദുരന്തം തന്നെ നടന്നെന്നു വരാം. ടാങ്കർ ലോറികളുടെ അമിത വേഗതയും അപകടമുണ്ടാക്കാൻ കാരണമാകുന്നു. മുൻപ് രാത്രികാലങ്ങളിൽ മാത്രമായിരുന്നു വണ്ടികൾ ഓടിയിരുന്നെങ്കിൽ ഇപ്പോൾ ചിലയിടങ്ങളിൽ പകലും ഓടുന്നുണ്ട്. ഡ്രൈവർമാർ മദ്യപിച്ച സംഭവങ്ങളും നിരവധിയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റിൽ ഇത് പാഷൻ ഫ്രൂട്ടിന്റെ വിളവെടുപ്പ് കാലം. എസ്റ്റേറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് കാഴ്ചക്കാർക്ക് കൗതുകമാകും.
വിളവെടുക്കാൻ പാകമായ പാഷൻ ഫ്രൂട്ടുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ചീമേനി എസ്റ്റേറ്റ്. കാഴ്ചക്കാർക്ക് കൗതുകം പകരുന്നതോടൊപ്പം പാഷൻ ഫ്രൂട്ട് ആളുകളുടെ മനം കവരുന്നു. കാവേരി ഇനത്തിൽപ്പെട്ടവയാണ് വിളവെടുക്കാൻ പാകത്തിലെത്തിയ ഈ പാഷൻ ഫ്രൂട്ടുകൾ. കഴിഞ്ഞ വർഷം ഒരേക്കറിൽ ആരംഭിച്ച കൃഷി ഇത്തവണ 2 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. എസ്റ്റേറ്റിൽ ഇത് 2ാം ഘട്ട വിളവെടുപ്പിന്റെ കാലമാണ്. അന്ന് 450ഓളം ചെടികളാണ് നമ്മൾ വെച്ചുപിടിപ്പിച്ചിരുന്നത്. ഇതിന് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട GM കരുണാരാജ സാറാണ് ഈ കൃഷി ഇവിടെ കൊണ്ടുവന്നത്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാർ ഇത് വ്യാപകമായ കൃഷി ചെയ്യണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയും എല്ലാ എസ്റ്റേറ്റുകളിലും ഇത് വ്യാപകമായി ഇപ്പോൾ കൃഷി കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചീമേനിയിൽ മാത്രമാണ്, ചീമേനി എസ്റ്റേറ്റിൻ്റെ കീഴിൽ നാടുകാണിയിലും മാത്രമാണ് ഇതിൻ്റെ യൂണിറ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സ്ക്വാഷ് ആക്കുന്നത്, പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ്. അത് 500 ml ഒരു ബോട്ടലാണ്. 500 ml ബോട്ടലിൽ 100. ഇവ പ്ലാന്റേഷന്റെ നാടുകാണി എസ്റ്റേറ്റിൽ എത്തിച്ച് സ്ക്വാഷ് ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നു. പാഷൻ ഫ്രൂട്ടിന്റെ ഇലകൾ പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. ചാണകം, പിണ്ണാക്ക്, സോതരിപ്പഴം, വെല്ലം എന്നിവ ചേർത്തുണ്ടാക്കിയ മിശ്രിതമാണ് ഇതിന് വളമായി ഉപയോഗിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകടങ്ങൾ വിട്ടൊഴിയാതെ ഉപ്പള ദേശീയപാത. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കളക്ട്രേറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരവുമായി വഴിയോര കച്ചവടക്കാർ. സമരം ജില്ലാ ഭരണകൂടത്തിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ. പുനരധിവാസം ആവശ്യപ്പെട്ട് താലൂക്ക് ഓഫീസ് ധർണയുമായി വഴിയോര കച്ചവട യൂണിയൻ. ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യം. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിച്ചു. നവംബർ 23-ന് കളക്ട്രേറ്റ് മാർച്ച് വിജയിപ്പിക്കുവാൻ തീരുമാനം. ശിഹാബ് തങ്ങൾ ദവ കോളേജിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ 16-ന് ഞായറാഴ്ച. ടേംഗഡ്ജി അനുസ്മരണവുമായി BMS ജില്ലാ കമ്മിറ്റി. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം മാതൃകയാണ് ടേംഗഡ്ജി എന്ന് BMS സംസ്ഥാന സെക്രട്ടറി P. ശശിധരൻ. ചിന്മയ വിദ്യാലയത്തിൽ വേദപ്രതിഷ്ഠാ ചടങ്ങ് ഒക്ടോബർ 16-ന് ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.